അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വേണ്ടി മാതൃകയായ കർത്താവ് നമുക്ക് വേണ്ടി അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നുവെന്ന് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ക്രിസ്തുവിന്റെ ജീവിതം ബെത്ലഹേമിൽ ആരംഭിച്ചു കാൽവരി പൂർത്തീകരിച്ചു. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കാൽവരിയിൽ നിന്ന് ആരംഭിച്ചു ബെത്ലഹേമിലേക്ക് നീങ്ങണം. ക്രിസ്തു വിശ്വാസികൾക്ക് യേശുവിന്റെ രക്തത്തിന്റെ പ്രാധാന്യം നൽകുന്നുവെങ്കിലും തൻ്റെ ജീവിത മാതൃക പകർത്തുന്നവർ കുറവാണ്. സുവിശേഷത്തിൽ കാണുന്ന ക്രിസ്തുവിന്റെ മാതൃക മാത്രമേ സുവിശേഷ സന്ദേശത്തിൽ ഈ സമൂഹത്തിന് ചലനം കൊടുക്കാൻ ഇടയാക്കുകയുള്ളൂ. നമ്മളെ വിളിച്ചവന്റെ വിളിക്ക് ഒത്തവണ്ണം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാനും അവനെ അനുഗമിക്കുവാനും തക്കവണ്ണം കരുത്തുള്ള ഒരു ദൈവമകനായി ജീവിക്കുക, മകളായി ജീവിക്കുക എന്ന വിളി ക്രിസ്തുയേശു നമുക്ക് നൽകിയിട്ട കടന്നുപോയത്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്വജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ലോകത്തിൽ മറ്റാരെയും നോക്കിയല്ല നിങ്ങൾ കടന്നു പോകേണ്ടത്. വിശ്വാസത്തിന്റെ നാഥനും പൂർത്തി വരുത്തിയവനുമായ ഒരു യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവനെ ഒന്ന് നോക്കി, അവനെ കണ്ട്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. കർത്താവിനെ ആര് നോക്കിയോ അവരുടെ ജീവിതത്തിലുള്ള അന്ധകാരം മാറുന്നു, അവരുടെ ജീവിതത്തിലുള്ള അന്ധത മാറുന്നു. യേശു നമുക്ക് വേണ്ടി വെച്ച കാൽച്ചുവടുകൾ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തില് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. കാണാൻ തക്കവണ്ണം മനുഷ്യന്റെ കണ്ണു തുറക്കുന്ന ദൈവിക പദ്ധതി യേശുക്രിസ്തുവിലൂടെ നമുക്ക് തുറന്നു തന്ന വഴി, തുറന്നു തന്ന ജീവൻ, തുറന്നു തന്ന ദൈവത്തിൻ്റെ ആ ശക്തി, ആ സത്യത്തിന്റെ പാതയിലൂടെ നമ്മെ നയിക്കേണ്ടതിനാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ഈ മാതൃക വെച്ചത്. യേശുവിന്റെ കരുണത്തടിച്ചപ്പോൾ മറുകരണം കാണിച്ചു കൊടുത്ത് ഒരു മാതൃക കാട്ടി. വിശന്ന് വലഞ്ഞു വന്നവനെ ആഹാരം കൊടുത്തു തൃപ്തി വരുത്തി കടന്നു പോകുന്ന ഒരു മാതൃക കാണിച്ചു കൊടുത്തു. മരിച്ച് ഏകമകൻ മരിച്ചപ്പോൾ ആ വാർത്തയുമായി കരഞ്ഞുകൊണ്ട് വന്നവന് കുടുംബത്തിൽ മകനെ തിരിച്ചു കൊടുക്കുന്ന ഒരു കർത്താവ്. മരിച്ച് 4 ദിവസമായി 2 സഹോദരിയുടെ ഏക സഹോദരൻ ലാസർ എന്ന മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവ് തൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തരിക ചെയ്തത്. അത്ഭുതത്തിന്റെ വഴി, വലിയ കഷ്ടങ്ങളുടെയും കഷ്ടതയുടെയും വഴി, ഒറ്റപ്പെടുത്തലിന്റെയും നിന്ദനങ്ങളുടെയും പരിഹാസത്തിന്റെയും വഴി, ആര് നമ്മളെ ദ്രോഹിച്ചാലും എതിർത്താലും അവരെ സ്നേഹിക്കുവാനും
അടിക്കുന്നവന് മറുചെവറ് കാരണം കാണിച്ചു കൊടുക്കാനും പഠിപ്പിച്ചവന്റെ സ്നേഹം. കാൽവരി ക്രൂശിൽ കടന്ന് വിളിച്ചു പറഞ്ഞു, അവനെ നിന്ദിച്ചവരെയും പരിഹസിച്ചവരെ നോക്കി, പിതാവേ, ഇവിടെ മേൽ ഈ പാപം ചുമത്തരുത്. യേശുവിന്റെ വഴിയും മാതൃകയും നമുക്ക് വേണ്ടി കർത്താവ് വെച്ചതാ. ഈ മനോഭാവം നിങ്ങൾ ധരിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കുവാനും മറ്റുള്ളവരെ വേദനകളെ ഒപ്പുവാനും കഴിയുന്ന ഒരു ആത്മീയ വഴിയാണ് കർത്താവ് തുറന്നു തന്നെങ്കിൽ, അവന്റെ നാമത്തെ പ്രതി മറ്റുള്ളവരുടെ ബന്ധനങ്ങളും ഭാരങ്ങളും അഴിക്കുവാനും രോഗങ്ങളും ദുഃഖങ്ങളും വിടുവിക്കാനും കഴിയുന്ന ഒരു യേശു ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മുടെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നു എന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വലിയ ചലനമുണ്ടാക്കുന്നവന്റെ ശക്തി ഇന്ന് നമ്മുടെ ഭവനത്തിൽ കടന്നു വരും. ഈ വചന സന്ദേശം നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കർത്താവ് ഇപ്പോൾ ഇടയാക്കും. അവന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.